ക്ലാസ് മുറിയിൽ പ്രധാനമായും നേരിടുന്ന വെല്ലുവിളികളിൽ ഒരു കാര്യമാണ് എങ്ങനെയാണ് ഒരു ആശയത്തെ കൃത്യമായി ഒരു വിദ്യാർത്ഥിയിലേക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഇതിനൊരു ഉത്തരമായി ജെറോം ബ്രൂണർ കൊണ്ടുവന്ന ഒരു മനോഹരമായ ഒരു ആശയമാണ് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. ഇത് വെറുമൊരു തിയറിയല്ല, പകരം ക്ലാസ് മുറികളിലെ തന്നെ ഒരു പരീക്ഷണശാലയാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ആശയത്തിൻ്റെ നിർവചനം അതേപോലെ അങ്ങ് പഠിപ്പിക്കുന്നതിന് പകരം അധ്യാപകർ ഒരു ടേബിൾ വരയ്ക്കും. അതിനകത്ത് 2 കോളം ഉണ്ടായിരിക്കും. അതിൽ ആദ്യത്തെ കോളത്തിൽ ഇപ്പം നൗണാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ബുക്ക്, ഫ്ലവർ, രമ്യ, ലണ്ടൻ തുടങ്ങിയിട്ടുള്ള നൗൺ കാറ്റഗറിയിൽ വരുന്ന പദങ്ങൾ ഫസ്റ്റ് കോളത്തിൽ എഴുതുന്നു. രണ്ടാമത്തതിൽ ബ്യൂട്ടിഫുൾ, കോൺസെൻട്രേറ്റ്, റൺ തുടങ്ങിയിട്ടുള്ള പദങ്ങൾ രണ്ടാമത്തേലും കൊടുക്കുന്നു. ഇത് കുട്ടികളിലേക്ക് ഈ ഒരു ടേബിൾ അങ്ങ് പ്രൊവൈഡ് ചെയ്യുകയാണ്. കുട്ടികൾ ഇത് നിരീക്ഷിക്കുന്നു, ഈ ടേബിൾ നിരീക്ഷിക്കുന്നു. ഈ 2 കോളവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അവർ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവർ സ്വയം കണ്ടെത്തുകയാണ്, ഓക്കെ, ആദ്യത്തതിന് ചില പ്രത്യേകതകളുണ്ട്. നമ്മൾ ഒരു ആളെ വിളിക്കുവാൻ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ എടുത്തു പറയുവാൻ ശ്രമിക്കുന്ന വാക്കുകൾ, ഒരു സ്ഥലത്തിനെ പറയാൻ ശ്രമിക്കുന്ന വാക്കുകളാണ് ആദ്യത്തെ കോളത്തിലെന്ന് അവർ സ്വയം മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികൾ തന്നെ ഡിസ്കവറി ലേണിംഗ് നടത്തുന്ന ഒരു ശൈലിയാണ് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിൽ വരുന്നത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ആശയത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഗുണഗണങ്ങൾ അധ്യാപകർ പറഞ്ഞു തന്ന് മനസ്സിലാക്കുന്നതിന് പകരം ആ കുട്ടികൾ സ്വയം അത് കണ്ടെത്തുകയാണ്. അധ്യാപകർക്കുള്ള ഏറ്റവും വലിയൊരു മേന്മ എന്ന് പറഞ്ഞാൽ, ഇത് ക്ലാസ് റൂം മാനേജ്മെൻറ്റിനും ഇൻസ്ട്രക്ഷണൽ ഡിസൈനിങ്ങിനും നല്ല ഫലപ്രദമായിട്ടുള്ള വളരെ മികച്ച ഒരു അടിത്തറ നൽകുന്ന ഒരു മോഡൽ കൂടിയാണിത്. ഇതിൽ സിൻടാക്സ് അഥവാ പ്രവർത്തനക്രമം ശ്രദ്ധിച്ചാൽ, ഒരു അധ്യാപകൻ എങ്ങനെയാണ് ഘട്ടം ഘട്ടമായ ഒരു ആശയത്തെ കുട്ടികളിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിനെ ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ക്ലാസ് റൂമിനെ നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ വഴി മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം ഉദാഹരണങ്ങൾ നൽകുക, പിന്നീട് ചോദ്യങ്ങളിലൂടെ അവരെ ചിന്തിപ്പിക്കുക, ശേഷം ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെ തന്നെ ഒരു യാത്ര കുട്ടികൾക്ക് സാധ്യമാവുകയാണ്. എല്ലാത്തിൻ്റെയും ഒടുവിൽ ആ ആശയത്തിൻ്റെ നിർവചനം അല്ലെങ്കിൽ ആ ആശയത്തിൽ പറയുന്ന റൂൾസൊക്കെ അവർ തന്നെ സ്വയം കണ്ടെത്തുക എന്നുള്ളൊരു രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് പോകുന്നത്. ഇവിടെ ഒരു പാസീവ് ലിസണർ എന്നതിന് പകരം കുട്ടികൾ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആവുകയാണ്, ഗവേഷകരായി തന്നെ മാറുകയാണ്. ബേസിക്കലി ഈ ഒരു കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ, ആശയങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് പകർന്നു നൽകുന്നതിന് പകരം വിദ്യാർത്ഥികൾ തന്നെ ആശയങ്ങളെ തിരിച്ചറിയപ്പെടുന്നു, അല്ലെങ്കിൽ സ്വയം മനസ്സിലാക്കപ്പെടുന്നു, അല്ലെങ്കിൽ കണ്ടെത്തപ്പെടുന്നു എന്നുള്ളൊരു ആശയത്തിലേക്കാണ് എത്തുന്നത്.